ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇടുന്നത്. സോ നമുക്ക് ഇന്ന് എന്താ വെച്ചാൽ 2000 കോയിൻ ഉണ്ട്, കിട്ടുമോ നോക്കാം. സ്കോഡ് പില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് ഷോർട്ട് ടൈം അല്ല ബിഗ് ടൈമാണ്. ബിഗ് ടൈം വാൻഡേക്ക് ഉണ്ട്. വാൻഡേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. നമ്മൾ ആദ്യം PQവിനൊക്കെ സ്പിൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം വാൻഡേക്ക് വന്നുകൊണ്ട് തന്നെ വാൻഡേക്കിന് സ്പിൻ ചെയ്യാമെന്ന് വിചാരിച്ച്. 2000 കോയിൻ പോവുകയാണെങ്കിൽ പോട്ടെ, കിട്ടണമെങ്കിൽ കിട്ടട്ടെ. സോ സ്പിൻ ചെയ്യാം വാൻഡേക്ക്. സോ ഇതാണ് പാക്ക് വരുന്നത്. ഫസ്റ്റ് നമുക്ക് നേരെ ഹോമിലോട്ട് പോവാം. ഇവിടെ നമുക്ക് നേരെ ഫസ്റ്റ് നിന്ന് പരിപാടി തുടങ്ങാം. ആദ്യം സ്കോഡ് സെറ്റിംഗ് ആണ്. സ്കോഡ് നമ്മളെ 0 പ്ലേയേഴ്സ് സ്കോഡ് എടുക്കുക. 0 പ്ലേയേഴ്സ് സ്കോഡ് അതിൽ ആരാ? ഡിജോങ്. DMF പൊസിഷനിലോട്ട് ഡിജോങ്. ഓക്കെ, ഡിജോങ്. പിന്നെ സെൻറ്റർ ബാക്കാണ് നെക്സ്റ്റ് ഒഴിവാക്കേണ്ടത്. ബിൽഡപ്പ് CBനെ ഒഴിവാക്കണം. ഓക്കെ, സ്ട്രോയറല്ലത്. ഓക്കെ, ബിൽഡപ്പ് CBനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒഴിവാക്കേണ്ടത് DMF പിന്നെ AMF ആണല്ലേ. ഈ AMFനെയും ഒഴിവാക്കുക സ്കോഡിന്. സോ ഇങ്ങനെ ഒഴിവാക്കിയിട്ടിട്ട് 0 പ്ലേയേഴ്സ് സ്കോഡ് സെറ്റ് ചെയ്യാം. ആൻഡ് ടീം നമുക്ക് നമ്മളെ ടാർഗറ്റ് വാൻഡേക്ക് ആയതുകൊണ്ട് തന്നെ ബേസ് ടീം നമുക്ക് ലിവർപൂൾ കൊടുക്കാം. ആൻഡ് കിക്കോ പ്ലാസ്റ്റിൽ ഏതെങ്കിലും എടുക്കട്ടെ. നേരെ ഇവിടേക്ക് വരാം. ബാക്കിലോട്ട് വാൻഡേക്ക് അണ്ണൻ്റെ പൊസിഷനിലുള്ള ഇതിലുള്ള എപ്പിക് പ്ലേയേഴ്സിൻ്റെ പൊസിഷനിലുള്ള AMF CB DMF ഈ പൊസിഷനിലുള്ളവരൊക്കെ നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്യാം. CB AMF DMF. ഓക്കെ, ടാപ്പ് ചെയ്തിരിക്കുന്നു. ആൻഡ് നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് വരാം. ഡീറ്റെയിൽസ് നോക്കാം. ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം ജസ്റ്റ് ക്യാൻസൽ എടുക്കുക. സ്പിൻ എടുക്കുക. 100 കോയിൻ. ഓ, ഫസ്റ്റ് സ്പിന്നിൽ തന്നെ ഫ്യൂച്ചർഡ് അടിച്ചിരിക്കുകയാണ്. 100 കോയിൻ തന്നെ ഫ്യൂച്ചേർഡാണ്. ഓ, ആ DMFനെ കിട്ടി. ലാസ്റ്റ് ടാപ്പ് ചെയ്ത് ആ DMFനെ കിട്ടിയിരിക്കുകയാണ്. അല്ല, CBനാ. ഓ, കഴിഞ്ഞ നമ്മളാ സ്പിന്നിങ് വീഡിയോ കണ്ടവർക്ക് അറിയാം. നമുക്ക് അതിന് 2 ഫീച്ചർ അടിച്ചിരുന്നു. പ്ലെയർ വാല്യൂ, കാർഡ് ടൈപ്പ് അതല്ലേ. ഓക്കെ, ഇതാണല്ലേ. നമുക്ക് നേരെ പാക്കിലോട്ട് പോവാം. എനിക്ക് വേണ്ട പൊസിഷന് AMF DMF CB എല്ലാം ടാപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കറക്കാം. 3 കൊട്ടേഷൻ കൊടുക്കാം. ബാക്കിലോട്ട് വരാം. ഡീറ്റെയിൽസ് നോക്കാം. ആൻഡ് വരാം. ക്യാൻസൽ എടുക്കാം. ആൻഡ് സ്പിൻ. ഓക്കെ, വീഡിയോ സ്പിൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് 2 സ്പിന്നിൽ ആനിമേഷൻ ഇട്ട് ഗൈസ്. കളർ എത്തിയിട്ടുണ്ട്. ഓക്കെ, 3 സ്റ്റാർ പ്ലെയറിന് കിട്ടിയിട്ടുള്ളത്. ലക്കാണ്ട ഗൈസ്. 3 സ്റ്റാറൊക്കെ കിട്ടണില്ലേ? ഒത്തിരിക്കും അല്ലേ 3 സ്റ്റാർ പോലും കിട്ടാത്തതുണ്ട്. നമ്മളൊക്കെ ലെക്കാണ്. ഭയങ്കര ലെക്കാം. ടാപ്പ് ചെയ്യാം. ഇവിടെ ടാപ്പ് ചെയ്യാം. റൊട്ടേഷൻ 2 3. ബാക്കിലോട്ട് വരാം. ക്യാൻസൽ എടുക്കാം. സ്പിൻ ചെയ്യാം. പ്ലീസ് വാൻഡേക്ക്.
വാൻഡേക്ക് വരച്ച ഓ എപ്പിക്ക് അടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് 900 തന്നെ എപ്പിക്ക് അടിച്ച്. ഏതാണ് ഷോർട്ട് ടൈമാണ് ഗായ്സ്. ബിഗ് ടൈം. ഓ വാൻഡേക്ക് തന്നെ അടിച്ചിരിക്കുകയാണ് ഗായ്സ്. ബിഗ് ടൈം വാൻഡേക്ക് ഇൻ ദി സ്കോഡ്. ഏത് ഗായ്സ് കിട്ടില്ല മ്യൂസിക് ഒക്കെ ഉണ്ട് ഗായ്സ്. ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് കേൾക്കാൻ പറ്റൂല. ബിഗ് ടൈം വാൻഡേക്ക് ഗായ്സ്, പ്രതീക്ഷിച്ചില്ല. ബിഗ് ടൈം വാൻഡേക്ക് in the squad. So guys, thank you for your supporting. നമ്മൾ ബിഗ് ടൈം വാൻഡേക്കും കൂടി അടിച്ചിരിക്കുകയാണ് നമുക്ക്. ഫൈനലി നെക്സ്റ്റ് പുതിയൊരു എപ്പിക് കാർഡും കൂടി വന്നിരിക്കുകയാണ് നമ്മളെ സ്കൂളിലോട്ട്. എപ്പിക്കല്ല, ഷോർട്ട് ടൈം കാർഡാണ് നമ്മൾ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ബിഗ് ടൈം വാൻഡേക്ക്. ഓ ഫൈനലി ഗായ്സ്, ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനമാണ് ബിഗ് ടൈം വാൻഡേക്ക്. ഒരുപാട് ആഗ്രഹിച്ച അവസാനം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഫൈനലി ബിഗ് ടൈം വാൻഡേക്ക്. എവിടെയാണ് ഗായ്സ് കാർഡ് തപ്പട്ടെ. നമുക്ക് ബിഗ് ടൈം വാൻഡേക്കിനും കിട്ടിയൊരു ഫ്യൂച്ചറും കിട്ടിയ കാർഡിൽ നിന്ന്, ആ പാക്കിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ലക്കിയാണ്, നമ്മൾ വളരെ ലക്കിയാണ്, ഭയങ്കര ലക്കിയാണ്. കാരണം ഓരോരുത്തർ ഇതിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ലക്കിയാണെന്നുള്ളത്. ബിഗ് ടൈം വാൻഡേക്ക്. ഓട്ടോ പ്രോഗ്രഷൻ കൊടുക്കാം. ഫസ്റ്റ് ഓട്ടോ പ്രോഗ്രഷൻ കൊടുത്തിട്ട് കാണിച്ചു തരാം. 104 റേറ്റിംഗ് ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. ഇനി ബൂസ്റ്ററും കൂടി വരുമ്പോൾ റേറ്റിംഗ് കൂടും. സോ നമ്മൾ കയ്യിൽ ബൂസ്റ്റർ ഒക്കെ റാൻഡം ബൂസ്റ്റർ ഉണ്ട്. സോ നമുക്കത് മറ്റേത് കൊടുക്കാം. ബൂസ്റ്റർ അതിൻ്റെ മറ്റേ കൊടുക്കാം. റാൻഡം ബൂസ്റ്റർ ഏതെങ്കിലും കീക്കാരം കിട്ടിയത്, റാൻഡം ഒന്നും കിട്ടൂല, അതാണ്. സോ നമുക്ക് മറ്റേ ബൂസ്റ്റർ തന്നെ കൊടുക്കാം. ഫൈനലി വാൻഡേക്ക് നമ്മളെ സ്കൂളിൽ തന്നിരിക്കുകയാണ്. കാണിച്ചു തരാം ഗായ്സ്, മാജിക് കാണിച്ചു തരാം. നേരെ വന്നിട്ട് ഹെഡിങ് 85, ഹൈറ്റ് നോക്കി 193 ഹൈറ്റ് വരുന്ന പ്ലെയറിന് ഹെഡിങ് 85. ഡിഫെൻസീവ് അവെയർനെസ് ആണ് ഈ കാണുന്നത് ഗായ്സ്. ഈ ബൂസ്റ്ററും കൂടി വരുമ്പോൾ ഇതിൽ ഡിഫെൻസീവ് അവെയർനെസ് 100ൻ്റെ മേലെ പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ വരുമ്പോൾ സ്പീഡ് 53, സ്പീഡൊക്കെ നമുക്ക് കൂട്ടണം. ആൻഡ് ഫിസിക്കൽ 97, ജമ്പിങ് 91, കിക്കിംഗ് പവർ 71 ആൻഡ് ആക്സലറേഷൻ 79. ഇത്രയും ഇജാതി സ്റ്റാറ്റസ് വേറെ ഏതെങ്കിലും ഡിഫൻഡറിന് ഉണ്ടാകും നിങ്ങളെന്നെ പറയും. ഇനി ഇനി സ്പീഡ് കൂട്ടും ആൻഡ് വേണ്ടാത്ത എബിലിറ്റിയൊക്കെ കുറക്കും, സ്പീഡൊക്കെ കൂട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സലിബിനേക്കാളും ബെറ്ററായിട്ട് ഇവനെ നമ്മളെ സ്കൂളിൽ കളിപ്പിക്കാൻ പറ്റും. സോ ഗായ്സ്, ഇനിയൊരു 900 കോയിൻ ബാക്കിയാണ് ഗായ്സ്. നമ്മൾ ഒരു 900 കൂടി വെച്ചതായിരുന്നു, കൂട്ടി 2000 ആവണ വരെ വെയിറ്റ് ചെയ്തതായിരുന്നു. സോ ഇനിയൊരു 900 ബാക്കിയാണ് നമുക്ക്. സോ ഇനി അടുത്ത ബാക്കിലോട്ട് നമുക്ക് ആ 900 യൂസ് ചെയ്യാവുന്നതാണ്. സോ വാൻഡേക്ക് നമുക്ക് 900 തന്നെ നമ്മൾ കൂടെ ഇറങ്ങിപ്പോയി വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഫ്യൂച്ചറും കൂടി അടിച്ചിരുന്നു ഗായ്സ്. ചെയ്യുന്നത് ഇതാണ്, ഈ ഫ്യൂച്ചർ നമ്മൾ കയ്യിൽ നിന്ന് അടിച്ചതാണ്. ബിൽഡപ്പാണ്. ഓ ഇതും ബിൽഡപ്പാണ് അത്രേ. അത് നമുക്കൊന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം ഗായ്സ്. എത്ര റേറ്റിംഗ് പോകുമെന്ന് അറിയണ്ടേ, പാടെന്ന് അറിയണ്ടേ ഗായ്സ്. നമുക്ക് ഫ്യൂച്ചറൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം. തൊണ്ണൂറ്റിനാല് റേറ്റിംഗ്. 94 എന്ന് പറയുമ്പോൾ സ്കൂളിലിടുമ്പോൾ 98 റേറ്റിംഗ് വരും. 97 റേറ്റിംഗ് വരുന്ന കാർഡാണ് ഗായ്സ്. ഇത് നല്ല കാർഡാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, സ്റ്റാറ്റ്സ് ഒക്കെ നോക്കട്ടെ. സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ഹെഡിങ് 85 വരുന്നുണ്ട്. വാൻഡേക്കിൻ്റെ പോലെ തന്നെ ഡിഫെൻസിബിലിറ്റി ഇത്ര വരുന്നുള്ളൂ. സ്പീഡ് 77, ഫിസിക്കൽ കോണ്ടാക്ട് 90, ആക്സിലറേഷനും കിക്കിംഗ് പവറൊക്കെ കാണാൻ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട്. അൺവേവറിങ് പെർഫോമൻസും കിട്ടും. സോ നല്ല കാർഡാണ്. ഫ്യൂച്ചറും ബെറ്റർ, അടിപൊളി പെർഫോമൻസ് കിട്ടുന്ന കാർഡ് തന്നെയാണ് ഫ്യൂച്ചർ നമുക്ക് അടിച്ചിരിക്കുന്നതും. ഫ്യൂച്ചറും ഗുഡാണ്. സോ ഗായ്സ്, ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും കോയിനൊക്കെ ഉള്ളതിൽ ജസ്റ്റ് സ്പിൻ ചെയ്തൊന്ന് നോക്കാം. പോയാൽ കുറച്ച് കോയിൻ പോയി. കിട്ടിയാൽ വാൻഡേക്ക് അല്ലെങ്കിൽ ബെല്ലിയാം, 100 റേറ്റഡ് ബെല്ലിയാം ഏതായാലും ബെറ്ററാണ്. ഡിജോങ്ങിനെ കിട്ടിയാലും അടിപൊളിയാണ്. സോ കോയിനൊക്കെ ഒന്ന് എടുത്തൊക്കെ അതാണ് സ്പിൻ ചെയ്യുക. കുറച്ച് കോയിനൊക്കെ ഉണ്ടെങ്കിൽ 1000 കോയിനൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തോളി.
ധൈര്യമായിട്ട് കൊടുക്കുക, കിട്ടിക്കോളും, ആ സാധനം കഴിക്കാൻ വരും. സോ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ചാനൽ സബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോ ഒക്കെ ജസ്റ്റ് നോക്കിക്കോളി. അല്ല പറ്റിയ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടുക. ആൻഡ് ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റ് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. അത് ചെയ്യാനാണ് നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കണ്ടൻറ്റാണ് ഇഷ്ടം അങ്ങനത്തെ കണ്ടൻറ്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.